മലയാളത്തിൻ്റെ സത്യനന്ദിക്കാടിനൊപ്പമാണ് ഇപ്പോൾ നമ്മൾ അക്ഷരോത്സവത്തിൻ്റെ വേദിയിലുള്ളത്. ഓക്കെ. സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ്. സത്യേട്ടൻ സംസാരിക്കുമ്പോഴും എന്നും സമാധാനം. സത്യേട്ടൻ പബ്ലിക്കിലായിട്ട് എവിടെയും ഒന്ന് രോഷാകുലനായിട്ട് കണ്ടിട്ടില്ല. സത്യേട്ടൻ്റെ സിനിമകളും വളരെ സമാധാനം. ശരിക്കും ആസ് എ ഹ്യൂമൻ ബീയിങ് സത്യനന്ദിക്കാട് അവസാനമായിട്ട് ഒന്ന് ദേഷ്യപ്പെട്ടത് എവിടെയാണ്? എത്തരം സന്ദർഭങ്ങളിലാണ് താങ്കൾക്ക് ഒന്ന് പൊട്ടണം, ദേഷ്യപ്പെടണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത്? ഇല്ല, ഞാൻ അങ്ങനെ ഒരു വല്ലാതെ ദേഷ്യപ്പെടേണ്ട ഒരു അവസരങ്ങൾ ഞാനായിട്ട് ഉണ്ടാക്കാറില്ല. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണം എന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ദേഷ്യം കുറയും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ മറ്റുള്ളവർ പെരുമാറണം എന്ന് അവരാഗ്രഹിക്കുന്ന പോലെയല്ലേ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ ദേഷ്യം വരികയൊക്കെ ചെയ്യും. ആ ദേഷ്യം വരുന്ന സമയത്ത് അതൊന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ. കാര്യം ഒരിക്കൽ ദേഷ്യം വന്ന് പറഞ്ഞു പോയൊരു വാചകം പിന്നീട് നമുക്ക് ഒരുപാട് ചിലപ്പോൾ കുറ്റബോധം തോന്നിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദേഷ്യം ഉള്ളിൽ വരുമ്പോൾ പലപ്പോഴും അത് സപ്രസ് ചെയ്യും, ചിലപ്പോൾ അങ്ങനെ മാറ്റി കളയും. അങ്ങനെ ഒന്നും കൊണ്ട് നടക്കാറില്ല. ഇപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദിവസമല്ലല്ലോ, ഇന്ന് പുതിയൊരു ദിവസമാണ്. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദേഷ്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കേൾത്തി വരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കുറച്ച് ജീവിതത്തിനെ ലൈറ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ സിനിമകൾ പോലെ തന്നെ ജീവിതവും ലൈറ്റായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ദേഷ്യം വരാറില്ല. അങ്ങനെ ദേഷ്യപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പതുക്കെ സ്കിപ്പ് ചെയ്യും, അവിടുന്ന് പതുക്കെ മുങ്ങിക്കളയും. അതാണ് സാധാരണ പതിവ്. അതുകൊണ്ടാണ് മക്കൾ ഇപ്പോൾ രണ്ടുപേരും സാറിന്റെ കൂടെയാണ് വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്തത്. അതെ അതെ ഡയറക്ഷൻ പഠിച്ചത് സാറിനെ ഗുരുവാക്കി തന്നെയാണ്. അവർക്കും അച്ഛനാണ്. സാധാരണ നമ്മൾ അച്ഛന്റെ കൂടെ ജോലി ചെയ്യില്ല. ഈ ഒരു കാരണത്തോണ്ട് തന്നെ ആയിരിക്കും അവരോട് അച്ഛനെന്ന രീതിക്കും അല്ലെങ്കിൽ ഗുരു എന്ന രീതിക്കും ക്ഷോഭിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അവരോട് ഞാൻ ചിലപ്പോൾ ക്ഷോഭിക്കാറൊക്കെ ഉണ്ട്. അത് മകൻ എന്നുള്ള രീതിക്കാണ്, അല്ലാതെ പക്ഷേ അവരൊക്കെ ഇപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ പോലെയാണ്. എനിക്ക് അവരോട് എന്തും സംസാരിക്കാം. അഖിലായാലും അനൂപായാലും എൻ്റെ മൂത്ത മകൻ അരുണായാലും. അവനാണ് നമ്മുടെ എല്ലാവരും ക്രിട്ടിക്ക് ശരിക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും 4 പേരും കൂടി ചേരുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസകരമായ, ഞങ്ങൾക്ക് പുറത്ത് സുഹൃത്തുക്കളെ തേടി പോകേണ്ടി വരാറില്ല. വീട്ടിലാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പരസ്പരം തമാശകളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന, പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നൊരു ആശയം ചിലപ്പോൾ അനൂപിനോ അഖിലിനോ പറ്റിയില്ല എന്ന് വരാം, അവർ പറയുന്നത് ചിലപ്പോൾ എനിക്ക് പിടിച്ചില്ല എന്ന് വരാം. അപ്പോൾ അത് ന്യായമായ രീതിയിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ സംസാരിച്ചിട്ട് അത് തീർക്കാറുണ്ട്. പലപ്പോഴും ഞാൻ അവർ പറയുന്നത് എല്ലാം ശരിയെന്ന് വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പുതിയ തലമുറയുടെ വക്താക്കളാണല്ലോ അവർ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ സിനിമകളിലൊക്കെ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവരുടെ സിനിമകൾ ഞാൻ എന്നോടും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാറുണ്ട്. പിന്നെ അവരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ ഈ കണ്ടു വളരുന്നതിൻ്റെ ഒരു സംഗതി ഉണ്ടാവാം. ഈ സെറ്റിലൊക്കെ അനൂപിൻ്റെയും അഖിലിൻ്റെയും സെറ്റിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ എൻ്റെ സെറ്റ് പോലെ തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. ഇപ്പോൾ സാറിൻ്റെ സെറ്റ് പോലെ തന്നെയാണ് മക്കളുടെയും സെറ്റ് എന്ന് എന്നോട് പറയാറുണ്ട്. അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്, ഹ്യൂമറാണ്, ആരോടും വഴക്കിട്ട് ദേഷ്യപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല എന്ന് പറയാറുണ്ട്. അത് അവർ എവിടെ നിന്ന് പഠിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവരുടെ സ്വന്തം സ്വഭാവമായി മാറിയിട്ടുണ്ടാവും. പക്ഷേ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന സിനിമ സ്റ്റുഡൻറ്റ് ശരിക്കും അത്തരത്തിലൊരു അന്തരീക്ഷത്തിലല്ല വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സാറിൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഏറ്റവും കൂടുതൽ കാലം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളായിരുന്ന പി ചന്ദ്രകുമാർ സാർ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സത്യനായിട്ട് മുട്ടനടിണ്ടായിട്ട് ഇറങ്ങിപ്പോ എന്നുള്ള ലെവലിലൊക്കെ പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ സത്യനെ കാത്തിരിക്കുന്നു. അപ്പൊ അത്രയും ഭയങ്കര തീച്ചുള്ളിൽ സിനിമ പഠിച്ച ആളാണ് താങ്കൾ. സാർ ഇത്രയും സൗമ്യനായി പോയത് അല്ല, അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പലതും നമ്മൾ എന്ത് വേണ്ടാന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും അല്ലേ. പണ്ടൊക്കെ അന്നത്തെ ഡയറക്ടേഴ്സ് പലരും ഒരേ സമയം തന്നെ 2-3 പടങ്ങൾ ചെയ്യുമായിരുന്നു. അതൊരു ശീലമായിരുന്നു. ഇപ്പോൾ ചന്ദ്രകുമാർ ആയാലും ജോഷി ആയാലും ഹരിഹരനായാലും ഒക്കെ ഒരേ സമയം തന്നെ ഒരു പടത്തിൻ്റെ എഡിറ്റ് നടക്കുമ്പോൾ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടാവും, അപ്പോൾ വേറൊരു പടത്തിൻ്റെ ഡബ്ബിങ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. ശശിയേട്ടനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ മനസ്സിലാലോചിച്ചിരുന്നത്, ഞാൻ കുറുക്കൻ്റെ കല്യാണം മുതൽ ഒരു സിനിമ ആരംഭിച്ചാൽ ആ സിനിമ തീർന്നിട്ട് മതി അടുത്തത് എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതൊരു തീരുമാനമാണ്. ഇപ്പം മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. ഒരു പടം തുടങ്ങിയാൽ ആ പടം കഴിഞ്ഞിട്ടാണ് അടുത്ത പടത്തിൻ്റെ കഥ ആലോചിക്കുന്നത് പോലെ. അത് നമ്മൾ അതും കൂടിയാണ് പഠനം എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമ പഠിക്കുന്നത് എന്നുള്ളത് സിനിമയുടെ ടെക്നോളജി മാത്രമല്ല, മറ്റെല്ലാ ഒരുപാട് കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ പഠിച്ചതാണ്. ഒരു പിൻഗാമി പോലത്തെ നമ്മളിങ്ങനെ സീറ്റിൻ്റെ എഡ്ജിലിരുന്ന് കാണുന്ന അല്ലെങ്കിൽ വളരെ ഉദ്വേഗജനകമായിട്ടുള്ള സിനിമകൾ പിന്നീട് അധികം സംഭവിച്ചില്ല. സാറിനെ പോലെ സമാധാനമുള്ള സിനിമകളാണ് നമ്മൾ കണ്ടുള്ളത്. സാറിന് ഇനി ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റുമോ? അല്ല, പിൻഗാമി ഇതൊക്കെ പലതും സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ഒരു ട്രാക്ക് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പോൾ
എൻ്റെ അടുത്ത് ഞാൻ സംവിധാനം തുടങ്ങിയ കാലം തൊട്ട് പലരും പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഇടത്തരക്കാരെ കഥ പറയുന്നു, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ വരുന്നു, ഒരു ഗ്രാമീണ ഒരു കഥ പറയുന്നു, ട്രാക്കൊന്ന് മാറ്റണം കേട്ടോ. എനിക്ക് എന്തിൻ്റെ ട്രാക്ക് മാറ്റുന്നത്? ഈ ഒരു ട്രാക്കിൽ ഞാൻ സുരക്ഷിതനാണ്, ഞാൻ വളരെ സംതൃപ്തനാണ്, ആ സിനിമകളൊക്കെ ഓടുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് മാറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിൻഗാമി അടക്കം ആ പിൻഗാമിയുടെ കഥയുടെ ആശയമാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. അതിലൊരു ഫാമിലിനെയാണ്, ഒരു അച്ഛനോടും അമ്മയോടും ഒക്കെയുള്ള ഒരു സെൻറ്റിമെൻസിനാണ് അതിൽ. പിന്നെ തിലകൻ്റെ കഥാപാത്രത്തിനോടും ഒക്കെയുള്ള ഇഷ്ടം ഒരു കുടുംബ സിനിമ തന്നെയാണത്. പക്ഷേ അതിലൊരു ആക്ഷൻ ഓറിയൻറ്റഡാണ്, അതിലൊരു ഒരു പ്രതികാരമുണ്ട്. അത്തരമൊരു സബ്ജക്റ്റ് പിന്നെ എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് വന്നില്ല എന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയാണ്. ഇപ്പോൾ അർത്ഥം ഇതുപോലെ തന്നെ പറയപ്പെടേണ്ട ഒരു സിനിമയാണ് മമ്മൂട്ടിയെ വിളിച്ച അർത്ഥം. അത് ഭയങ്കര ഹിറ്റായി പോയതാണ്, കളിക്കളം. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഏത് ജോണറായാലും ഏത് വിഭാഗമായാലും നമ്മളെ ആകർഷിക്കുന്നൊരു ഘടകമുണ്ടെങ്കിൽ ആ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആദ്യം എനിക്ക് ആസ്വദിക്കാൻ സാധിക്കണം സിനിമ, എന്നാലേ അതെൻ്റെ ഓഡിയൻസിലേക്ക് ആസ്വദിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഈ അന്തിക്കാട് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് ഇപ്പോൾ സാറ് പറഞ്ഞ ട്രാക്ക് പെട്ടെന്ന് മാറാൻ സാധ്യതയുള്ളത് സാറിന് ശിഷ്യരായിരിക്കുമോ? അന്തിക്കാട് യൂണിവേഴ്സിനൊക്കെ പുറത്തുനിന്ന് പറയുന്നല്ലേ, ഇവരൊക്കെ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ. അപ്പോൾ അഖില ചെയ്യുന്ന സിനിമ നന്നാവുകയും ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ വരനാവശ്യം കൊണ്ട് നന്നായി, ഇപ്പോൾ അനൂപിൻ്റെ സിനിമ ആൾക്കാർക്ക് നന്നായി. ഒറ്റ കാര്യമുള്ളൂ, പ്രേക്ഷകന് കാണാൻ ഇഷ്ടം തോന്നുന്ന സിനിമകളാണ് ഞാനായാലും അഖിലായാലും അനൂപായാലും ചെയ്യുന്നത്. അതിൽ നമ്മളെ മോശമാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവില്ല, ആവശ്യമില്ലാത്ത വയലൻസോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കാത്ത രംഗങ്ങളോ സംഭാഷണങ്ങളോ ഒന്നുമില്ല. ഞാൻ അത് എൻ്റെ മാത്രം കാര്യമായിട്ട് എടുക്കുന്നു. അഖിലിൻ്റെയും അനുവിൻ്റെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പുറമെന്ന് നോക്കുമ്പോഴാണ് അന്തിക്കാട് യൂണിവേഴ്സൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കുന്നത്. പലരും ഞങ്ങളത് കൊണ്ടാണ് ഒരു വേദിയിൽ മൂന്നാളും പോവാതിരിക്കുന്നത് തന്നെ. നമ്മൾ ആലോചിച്ചാൽ ഒരു സിനിമ ചെയ്യാൻ പറ്റിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ 2-3 സംവിധായകർ വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും, നമ്മളൊരു ലോ പ്രൊഫൈൽ നീങ്ങുക, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും. സാർ, ഇപ്പോൾ ഞങ്ങളെ ക്ലബ് എഫ് എമ്മിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അഖിൽ സത്യൻ വന്ന സമയത്ത് ഒരു കോള് വന്നു. സാറ് ഗുരുതുല്യനായി കാണുന്നതിൽ സാറിനെക്കാളും സീനിയറായിട്ടുള്ള ശ്രീ ഹരിഹരൻ സാറിന്റെ കോളാണ്. നീ വഴി വിളച്ചു പോയാൽ വഴി തെറ്റിപ്പോയ മലയാള സിനിമയെ തിരിച്ചു കൊണ്ടുവന്നു. അത്ര ഒരു സംഗതി സാർ അറിഞ്ഞു. അല്ല, അത് തമാശ അറിയോ, ഞാൻ അഖിലിൻ്റെ അടുത്ത് പറയും, അനൂപിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ നമ്മളൊരു കുറ്റം ചെയ്യണ്ട, നമ്മൾ സ്വന്തം നിലയിൽ വളർന്നാൽ മതി. ഇപ്പോൾ ഒരു ആർജയായിട്ട് നിങ്ങൾ വളർന്നാൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും. ഒരു ക്യാമറമാനായിട്ട് അദ്ദേഹം വളർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാവും. അഖിലിൻ്റെ സിനിമ നന്നായിട്ട് ഓടിയാൽ അഖിലിൻ്റെ ശത്രുക്കൾ ഉണ്ടാവും. അനൂപിൻ്റെ സിനിമ നന്നായിട്ട് ഓടിയാൽ. അപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളും കാണാറില്ല, ഈ ആ ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിനെ കുറേ എന്താണ് കമൻറ്റുകൾ വളരെ മോശം, ഇവൻ ധിക്കാരിയാണ്, അഹങ്കാരി. അഖിൽ പറഞ്ഞത് ഹരിഹരൻ അനുഗ്രഹം പോലെ പറഞ്ഞ വാക്കുകളാണ്, അല്ലാതെ അത് അഖിലിൻ്റെ അഭിപ്രായമായിട്ടല്ല. കാരണം വഴി മാറിപ്പോയ മലയാള സിനിമയെ നീ വീണ്ടും ഫാമിലിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നൊരു വലിയ അപ്രീസിയേഷനാണ്. അപ്പോൾ അത് എനിക്ക് വഴി മാറിപ്പോയെന്നുള്ളതല്ല, ഒരു തെറ്റിദ്ധാരണ മാറാൻ ഈ സിനിമകൾ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ന്യൂജൻ സിനിമ എന്ന് പറയുന്നത് ഒരു വേറൊരു രീതിയിലാണ്, അതിൻ്റെ ടെക്നോളജി ഇങ്ങനെയാണ്, ഫാസ്റ്റ്നെസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സിനിമ കൊടുത്താൽ അവൻ കണ്ടോളൂ എന്നുള്ളതാണ്. ഇപ്പോൾ സർവമായ എന്നുള്ള സിനിമയിൽ ഒരിക്കലും ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള മുന്നറിയിപ്പ് വേണ്ടി വരുന്നില്ല, അതിൽ പുകവലിയില്ല, മദ്യപാനമില്ല, ഇതൊന്നും ബോധപൂർവമാവണമെന്നില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സിനിമയും സെൻറ്റിമെൻസും സ്നേഹവും ഹ്യൂമറുള്ള സിനിമ വളരെ ഹിറ്റായി മാറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രേക്ഷകന് മാറ്റമൊന്നുമില്ല, അവൻ നല്ലത് കിട്ടിയാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എക്കോ എന്നുള്ള സിനിമ എന്തൊരു മനോഹരമായ സിനിമയാണ്, അത് ആളുകൾ പ്രേക്ഷകർ സ്വീകരിച്ച പടമാണ്. പൊന്മാൻ എന്നുള്ള സിനിമ നല്ല ആൾക്കാർ ഇഷ്ടപ്പെട്ട സിനിമയാണ്. നല്ല സിനിമ കൊടുത്താൽ മതി. അതല്ലാതെ ചില യൂട്യൂബ് ചാനലിലൊക്കെ ആളുകളുടെ റിവ്യൂസ് കണ്ടിട്ട് അയ്യ ഇത് മാറിപ്പോയി, സിനിമ പുതിയത് അങ്ങനെയാണെന്ന് നമ്മളെ തെറ്റിദ്ധരിക്കണം. അവർ പറഞ്ഞോട്ടെ, നമുക്ക് ശരിയായിട്ടുള്ള സിനിമയുടെ വഴി കൂടെ പോയാൽ മതി. മറ്റാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സോങ്സ് അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ വചനത്തെറി പറയും. പക്ഷെ അതൊന്നും ഇപ്പോൾ ഈ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് എന്നുള്ളത് സർവ്വമായാലും നല്ല സോങ്സാണ്, അതിമനോഹരമായ മ്യൂസിക്കാണ്. പക്ഷേ ചില യൂട്യൂബ് റിവ്യൂസ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് അതൊക്കെ മോശമാണെന്നാണ്. അത് മോശമാണെന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ അയ്യോ നമ്മളിങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിക്കരുത്, അത് വിട്ടേക്കാം, അത് അവർ പറഞ്ഞോട്ടെ. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതാണ്. എന്തായാലും മലയാള സിനിമയെ നയിക്കാൻ ഞങ്ങൾക്കൊപ്പം സത്യനന്ദിക്കാടുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.